بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. وعن أبي سعد بن مالك بن سنان الخدري رضي الله عنه أن رسول الله صلى الله عليه وسلم قال: كان في من كان قبلكم رجل قتل 99 نفسا. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകാലഘട്ടത്തിൽ ജീവിച്ച ഒരാളെ സംബന്ധിച്ച്, മുൻകാല സമുദായത്തിൽ ജീവിച്ച ഒരാളെ സംബന്ധിച്ച് വിശദീകരിക്കുകയാണ്. അദ്ദേഹം 99 പേരെ കൊലപ്പെടുത്തി. ഫസഅല അൻ അഅലമി അഹ്ലിൽ അർളി ഫദുല്ല അലാ റാഹിബിൻ. അങ്ങനെ അദ്ദേഹം ആ സ്വഭാവം മാറ്റാൻ വേണ്ടി, നന്നാകാൻ വേണ്ടി ഭൂമിയിൽ ഏറ്റവും ഇൽമുള്ള ഒരാളെ സംബന്ധിച്ച് അന്വേഷിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു റാഹിബിന്റെ അടുക്കലേക്ക് എത്തപ്പെട്ടു. റാഹിബ് എന്ന് പറഞ്ഞാൽ പുരോഹിതൻ, കുറെ ഇബാദത്തുകളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആള്. അങ്ങനെ അദ്ദേഹം അവിടത്തേക്ക് വന്നു. ഫഅതാഹു ഫഖാല ഇന്നഹു ഖതല 99 നഫ്സ ഫഹൽ ലഹു മിൻ തൗബത്തിൻ. അദ്ദേഹം വന്നിട്ട് പുരോഹിതനോട് ചോദിച്ചു, 99 പേരെ വധിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്, അദ്ദേഹത്തിന് തൗബയുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല ല. പുരോഹിതൻ പറഞ്ഞു, ഇല്ല, നിനക്ക് നന്നാകാൻ അവസരമില്ല, തൗബയില്ല. ഫഖതലഹു ഫകമ്മല ബിഹി 100. അദ്ദേഹം ആ ദേശത്തിൽ ആ പുരോഹിതനെയും കൊന്ന് ആ കൊല ചെയ്യപ്പെട്ട ആൾക്കാരുടെ എണ്ണം 100 പൂർത്തീകരിച്ചു. ثم سأل عن أعلم أهل الأرض فدل على رجل عالم. പിന്നെയും അദ്ദേഹം അന്വേഷിച്ചു, ആരാ ഇൽമുള്ള ആൾക്കാരെ അന്വേഷിച്ചു. അങ്ങനെ ഒരു ഇൽമുള്ള ഒരാളെ സംബന്ധിച്ച് അറിയിക്കപ്പെട്ടു. ഫഖാല, അദ്ദേഹം എന്ത് ചെയ്തു, ആ ഇൽമുള്ള ആളെ ആലിമിന്റെ അടുക്കലേക്ക് പോയി. അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്നഹു ഖതല 100 നഫ്സിൻ ഫഹൽ ലഹു മിൻ തൗബത്തിൻ. 100 ആളെ കൊന്നിട്ടുണ്ട്, തൗബയുണ്ടോ എന്ന് ചോദിച്ചു, തൗബക്ക് അവസരമുണ്ടോ എന്ന് ചോദിച്ചു. ഫഖാല നഅം വമൻ യഹൂലു ബൈനഹു വബൈന തൗബ. ആ ആലിമായ മനുഷ്യൻ ചോദിച്ചു, തൗബയുണ്ട്, നിന്റെയും തൗബയുടെയും ഇടയിൽ എന്താണ് മറയുണ്ടാക്കുന്നത്? ഒരു മറയിടൂല. എത്ര വലിയ പാതകമാണെങ്കിലും തൗബ ചെയ്ത് മടങ്ങാം. അങ്ങനെ പറഞ്ഞു. അദ്ദേഹം തൗബ ചെയ്യാനുള്ള ഒരു മാർഗം പറഞ്ഞു കൊടുത്തു. ഇൻതലിഖ് ഇലാ അർളി കദാ വകദാ. നീ ഈ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോകണം. ഈ നാട്ടിൽ താമസിച്ചാൽ പിന്നെ ആ സ്വഭാവം വീണ്ടും ഉണ്ടാവും. നീ വേറെ നാട്ടിലേക്ക് പോകാൻ അദ്ദേഹം കൽപ്പിച്ചു. فإن بها أناسا يعبدون الله تعالى فاعبدوا الله معهم. ആ നാട്ടില്, ഇന്നൊരു നാട് പറഞ്ഞു കൊടുത്തു, ആ നാട്ടില് അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന കുറെ ജനങ്ങളുണ്ട്. നീ അവരോടൊപ്പം ചെന്ന് അള്ളാഹു ഇബാദത്ത് എടുത്ത് ജീവിക്കുക. ولا ترجع إلى أرضك فإنها أرض سوء. നീ നിന്റെ നാട്ടിലേക്ക് ഒരിക്കലും തിരിച്ചു വരരുത്, അത് വളരെ മോശപ്പെട്ടൊരു നാടാണ്. അതുകൊണ്ടാണ് എനിക്ക് ഈ സ്വഭാവം കിട്ടിയത്. فانطلق حتى إذا نصف الطريق أتاه الموت. അങ്ങനെ അദ്ദേഹം ആ തൗബയും ചെയ്തുകൊണ്ട് ആ നല്ലൊരു നാട്ടിലേക്ക് പുറപ്പെട്ടു, നന്നാകാൻ വേണ്ടി നാട്ടിലേക്ക് പുറപ്പെട്ടു. വഴി മധ്യേ അദ്ദേഹത്തിന് മരണം സംഭവിച്ചു. فاختصمت فيه ملائكة الرحمة وملائكة العذاب. അദ്ദേഹം മരണം സംഭവിച്ചു. അദ്ദേഹത്തിന്റെ നഫ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, റൂഹിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് റഹ്മത്തിന്റെ മലക്കും അദാബിന്റെ മലക്കും പരസ്പരം തർക്കത്തിലായി. ഫഖാലത് മലായികത്തുർ റഹ്മ. റഹ്മത്തിന്റെ മലക്കുകൾ പറഞ്ഞു, ജാഅ തായിബൻ മുഖ്ബിലൻ ബിഖൽബിഹി ഇലല്ലാഹി തആല. ഇദ്ദേഹം തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് തിരിഞ്ഞിട്ടാണ് വന്നത്, അല്ലാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി എന്നിട്ടാണ് വന്നത്. വഖാല മലായികത്തുൽ അദാബ്. അദാബിന്റെ മലക്കുകൾ പറഞ്ഞു, ഇന്നഹു ലം യഅമൽ ഖൈറൻ ഖത്തു. അദ്ദേഹം ഒരു അമലും ജീവിതത്തിൽ ചെയ്തിട്ടില്ല, ഒരു നന്മയും ജീവിതത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെ അവർ തർക്കത്തിലായപ്പോൾ ഫഅതാഹും മലക്കുൻ ഫീ സൂറത്തി ആദമിയ്യിൻ ഫജഅലൂഹു ബൈനഹും ഐ ഹകമ. ആ സമയത്ത് ഒരു മലക്ക് ഒരു മനുഷ്യ രൂപത്തിൽ വന്നു. അവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു മനുഷ്യ രൂപത്തിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, ഫഖാല ഖീസു മാ ബൈനൽ അർളൈനി ഫഇലാ അയ്യതിഹിമാ കാന അദ്നാ ഫഹുവ. നിങ്ങൾ ആ രണ്ട് നാടിന്റെയും ഇദ്ദേഹം മരിച്ചു കിടക്കുന്ന സ്ഥലവും
ആ രണ്ട് നാട്ടിലേക്കും തമ്മിലുള്ള ദൂരത്തെ ഒന്ന് അളക്കുക. ഏത് നാട്ടിലേക്കാണോ അദ്ദേഹം അടുത്തിരിക്കുന്നത് അദ്ദേഹം അവനിൽപ്പെട്ടവനാണ്. فقاسوا فوجدوه أدنى إلى الأرض التي أراد. അങ്ങനെ മലക്കൾ അദ്ദേഹം മരിച്ചു കിടക്കുന്ന സ്ഥലവും ആ രണ്ട് നാട്ടിലേക്കുള്ള ദൂരവും അളന്നു. അപ്പൊ അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് അദ്ദേഹം ഏത് നാടിനെ ലക്ഷ്യം വെച്ചാണോ യാത്ര പുറപ്പെട്ടത് ആ നാട്ടിലേക്ക് അടുത്തിട്ടാണ് അദ്ദേഹം കണ്ടത്. ഫഖബലത്ഹു മലായികത്തുർ റഹ്മ. അങ്ങനെ അദ്ദേഹത്തെ മലായികത്തുർ റഹ്മ കൊണ്ടുപോയി. ഇതാണ് ഹദീസ്. വഫി റിവായത്തിൻ ഫി സഹീഹി മുസ്ലിം فكان إلى القرية الصالحة أقرب بشبر فجعل من أهلها. അദ്ദേഹം നല്ലൊരു നാടിനെ ലക്ഷ്യം വെച്ച് നീങ്ങിയല്ലോ. ആ ലക്ഷ്യം വെക്കപ്പെട്ട നാട് ഒരു ചാൺ വ്യത്യാസത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ഹദീസ് ഇമാം നവവി റഹിമഹുല്ല ബാബു തൗബയില കൊണ്ടുവന്നത്. ഇത് അറിയിക്കുന്നത് എത്ര വലിയ പാതകമാണെങ്കിലും തൗബ അതിന് പരിഹാരമാണ്. ശിർക്കിനും നമ്മുടെ ജീവിതത്തിൽ തൗബ പരിഹാരമാണ്. ഒരു നന്മയും ചെയ്തിട്ടില്ല ആ വ്യക്തി, പക്ഷെ ചെയ്ത തെറ്റുകളിലൊക്കെ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. അവനാണ് മലായികത്തുർ റഹ്മ അദ്ദേഹത്തെ കൊണ്ടുപോയത്. ഇതാണ് ഈ ഹദീസ് അറിയിക്കുന്ന കാര്യം. ഒരിക്കലും നിരാശപ്പെടരുത്. പാതകത്തിന്റെ തെറ്റുകളുടെ ആധിക്യം കാരണം നിരാശപ്പെടരുത്. തൗബയിൽ നിന്നും പിന്മാറരുത്. എത്ര വലിയ തെറ്റുകൾക്കും തൗബയുണ്ട് എന്നാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.